ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ബാറ്ററി, അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. നമ്മുടെ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വോൾട്ടേജും അതുപോലെ തന്നെ ആംബിയറും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് സാംസങ്ങിൻ്റെ തന്നെ 3.7 വോൾട്ടേജ് 2500 മില്ലി ആംബിയർ വരുന്ന അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാറ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ അതിൻ്റെ വോൾട്ടേജ് multimeterൽ അതിൻ്റെ വോൾട്ടേജ് നമ്മൾ 20ലേക്ക് ഇട്ടു. അതിനുശേഷം 3.7 വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് 20ലേക്ക് ഇട്ടത്. അതിനുശേഷം ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് മൾട്ടിമീറ്റർ പ്ലസ്സും മൈനസും പ്രോബ് കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബാറ്ററിയാണ് നമ്മൾ മിക്ക ലാപ്ടോപ്പിൻ്റെ അകത്ത് വരുന്ന ബാറ്ററിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതതിൻ്റെ നെഗറ്റീവാണ്, അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് പോസിറ്റീവ് സൈഡ് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും. ഇപ്പോൾ ഏകദേശം ഈ ബാറ്ററി ശരിക്കും എൻ്റെ 3.7 വോൾട്ടേജാണ് കാണിക്കുന്നത്. ബാറ്ററി ചെറുതായിട്ട് ഡിസ്ചാർജ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളത് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കാണുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഇതും ഏകദേശം ആ രീതിയിൽ തന്നെയാണ് 2.3 വോൾട്ട്. ഇപ്പോൾ 3.7 വോൾട്ടേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 2.5 വോൾട്ടേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നെഗറ്റീവ് രണ്ട് ഈ രണ്ടും പോസിറ്റീവ് രണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത് സെയിം ആയിരിക്കും. ആംബിയർ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പവർ ബാങ്കിലൊക്കെ കണ്ട പോലെ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ 10,000 മില്ലി ആംബിയർ എന്നൊക്കെ അല്ലെങ്കിൽ 10,000 മില്ലി ആംബിയർ 15,000 20,000 0.7 അങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് രണ്ട് ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പ്ലസ് അതായത് ആ ബാറ്ററിയുടെ നെഗറ്റീവ് മറ്റേ ബാറ്ററിയുടെ പ്ലസ്സിലേക്കും ആ നെഗറ്റീവ് പ്രോബിലേക്കും ഇത് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്ലസ്സിലേക്കും കൊടുത്തു. ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വോൾട്ടേജ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ആദ്യം 2.5 വോൾട്ടായിരുന്നു ഒരെണ്ണത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ രണ്ട് ബാറ്ററിയുടെ വോൾട്ടേജും കൂട്ടിയിട്ട് 4.6 വോൾട്ടേജ് വരും. അതായത് കൂടി വരും. അതായത് പ്ലസ് ചെയ്തിട്ടാണ് വരുന്നത്. ബാറ്ററി സീരീസ് ചെയ്യുന്ന സമയത്ത് പ്ലസ് വോൾട്ടേജ് ചെയ്ത് വരും. ആംബിയർ സെയിം ആയിരിക്കും. അതായത് രണ്ട് ബാറ്ററിയുടെ 2.5 മില്ലി ആംബിയർ ആണ്. 2500 മില്ലി ആംബിയർ ആണ്. 2000 ആയിരിക്കും. ആംബിയർ കൂട്ടിയെടുക്കണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നതാണ്. അതായത് 3.7 വോൾട്ടേജ് ഉണ്ട്. അത് നമുക്ക് വേണ്ടത് ഒരു 10,000 മില്ലി ആംബിയറിലേക്ക് എത്തിക്കണമെങ്കിൽ 4 ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം 4 ബാറ്ററിയുടെ പ്ലസ് എല്ലാം ജോയിൻറ്റ് ചെയ്യുക, മൈനസ് എല്ലാം ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വോൾട്ടേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതിപ്പോൾ നല്ലൊരു ബാറ്ററിയാണ്. പ്ലസ്സിലേക്ക് പ്ലസ്സും മൈനസിലേക്ക് മൈനസ് നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാൻ പറ്റും. കണ്ട 3.2 വോൾട്ടേജ് ഉണ്ട് ഓൾറെഡി. ഈ പവർ ബാങ്കിലെല്ലാം വരുന്ന സിസ്റ്റം ഇതാണ്. 3 നമുക്ക് ആംബിയർ കൂടുന്നതിന് മില്ലി ആംബിയർ കൂട്ടിയെടുക്കണമെങ്കിൽ ബാറ്ററിയുടെ എണ്ണം കൂട്ടിയെടുത്തിട്ട് പ്ലസ്സിലേക്ക് മൈനസിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംബിയർ കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 4 ബാറ്ററി വെച്ച് കഴിയുമ്പോൾ ഏകദേശം 3.7 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടും കിട്ടും, 10,000 മില്ലി ആംബിയറും കിട്ടും. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് ബാറ്ററി എപ്പോഴും പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആംബിയർ കൂടും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇത് അതുപോലെ തന്നെ ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി നിങ്ങൾക്ക് കണ്ട് ഇത് ഏകദേശം 3.4 വോൾട്ടേജ്. ഇത് കുറച്ചുകൂടി നല്ല ബാറ്ററിയാണ്. 3.4 വോൾട്ടേജ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 3.7 തന്നെ നമുക്ക് കിട്ടും. ഇത് സിസ്റ്റം തന്നെയാണ് എല്ലാ ബാറ്ററികളും. ഇതിപ്പോൾ ഏകദേശം ഒരു ലെഡ് ആസിഡ്സ് ബാറ്ററിയാണ്. 6 വോൾട്ട് 4.5 AH ആണ് വരുന്നത്. 4.5 AH ആണ് വരുന്നത്. അത് ഇതുപോലത്തെ നിങ്ങൾക്ക് വേണമെന്ന് ഈ രണ്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട്, അതായത് 6 വോൾട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആംബിയർ കൂടുതൽ കിട്ടണമെങ്കിൽ, അതായത് കുറേ നേരം കിട്ടണമെങ്കിൽ രണ്ട് ബാറ്ററി വെച്ചിട്ട് പ്ലസ്സിലേക്കും മൈനസിലേക്കും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് 6 വോൾട്ട് രണ്ട് ബാറ്ററി ആണെങ്കിൽ 4.5 + 4.5 അങ്ങനെ 9 AH ബാറ്ററി കിട്ടും. അത് ഏത് ബാറ്ററി അങ്ങനെ പ്ലസ്സും മൈനസിലേക്കും കണക്ട് ചെയ്താൽ ആംബിയർ കൂട്ടി കിട്ടും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് വോൾട്ടേജ് ഇപ്പോൾ ഈ 6 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി വെച്ചിട്ട് 12 വോൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇത് ഒരു UPSൻ്റെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPSൽ വരുന്ന ബാറ്ററിയാണ്. 12 വോൾട്ട് 7 AH ബാറ്ററിയാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ 12 7 ബാറ്ററി ഉള്ളത്. ഇതിന് നമുക്ക് ഏകദേശം AH ഇപ്പോൾ ഒരു 15 AH അല്ലെങ്കിൽ 20 AH 40 AH ആക്കി എടുക്കണമെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇതേ രീതിയിൽ തന്നെ 12 വോൾട്ടിൻ്റെ ബാറ്ററി എല്ലാത്തിനും പ്ലസ് ഒന്നിച്ചും എല്ലാത്തിനും മൈനസ് ഒന്നിച്ച് കൊടുത്താൽ നമുക്ക് AH അതായത് ആംബിയർ കൂട്ടി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്ന രീതിയിലാണ്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ഇത് തന്നെ ഏകദേശം പ്ലസ്സുകളെല്ലാം ഒന്നിച്ചും മൈനസുകളെല്ലാം ഒന്നിച്ചും വെച്ചിരിക്കുന്ന രണ്ട് ബാറ്ററി സെറ്റുകളാണ്. ഏകദേശം ഒരു സെറ്റ് ഇപ്പോൾ ഈ 4 ബാറ്ററി ഉണ്ട്, ഏകദേശം 10,000 മില്ലി ആംബിയറാണ് വരുന്നത്. അങ്ങനത്തെ രണ്ട് സെറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് 4 വോൾട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട്, 4 വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബാറ്ററി ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 3 പോയിൻറ്റ് സംതിങ് ആണ് കാണിക്കുന്നത്. 3 പോയിൻറ്റ്. ഇത് രണ്ട് ബാറ്ററി നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക.
രണ്ട് ബാറ്ററി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സീരിയസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ മൈനസ് ഈ ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തു. പ്ലസ്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇതിന് ശേഷം സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുന്ന പോലെ മൈനസിലേക്കും പ്ലസ്സിലേക്കും കണക്ട് ചെയ്ത് മൾട്ടിമീറ്റർ ഒന്ന് ചെക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് പ്ലസ് ചെയ്ത് കിട്ടും. അതായത് രണ്ട് ബാറ്ററിയുടെയും കൂടി പ്ലസ് കിട്ടും. ആംബിയർ രണ്ടിൻ്റെയും കൂടി സെയിം ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട് ഏകദേശം ഒരു 8 വോൾട്ട് ആവശ്യമുണ്ട്, 10,000 മില്ലി ആംബിയറാണ് വേണ്ടതെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 8 വോൾട്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം 7 പോയിൻറ്റ് സംതിങ് വോൾട്ടേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 വോൾട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ട് ബാറ്ററി ഇതേപോലെ 2 സെറ്റ് ബാറ്ററി കണക്ട് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും AH കറക്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഈ 4 ബാറ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ 4 ബാറ്ററിയുടെ AH എന്ന് 10,000 മില്ലി ആംബിയറാണ്. ഇനി നിങ്ങൾക്കിത് 10,000 അല്ല 20,000 മില്ലി ആംബിയർ എടുക്കണമെങ്കിൽ 8 ബാറ്ററി ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ മൈനസ് ഒന്നിച്ചും എല്ലാത്തിൻ്റെ പ്ലസ് ഒന്നിച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾ 20,000 മില്ലി ആംബിയറും കിട്ടും. 3.7 വോൾട്ടേജ് ഉപയോഗിക്കാവുന്ന ഒരു പവർ ബാങ്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഈ വോൾട്ടേജ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.